ആസ് യൂഷ്വൽ ഇന്ന് ഞങ്ങൾ സന്ധ്യയായപ്പം ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചധികം കലാപരിപാടികളുണ്ട് ഇന്ന്. ആരെടുക്കുമെന്ന് എന്ത് എന്താ കാര്യം? എന്തിനെടുക്കുന്ന കാര്യം പറ, മനസ്സിലായില്ല. മുടി വെട്ടിയത് ചേട്ടന്മാര് കാണുമെന്ന് വിചാരിച്ചിട്ടാ? അതല്ലെങ്കിലും കാണും. അതിനിപ്പോ എന്താ, സൂപ്പർ അല്ലേ, സുന്ദരി ഇല്ലയോ? പിന്നിപ്പോ എന്താ പ്രശ്നം? നോക്കിക്കോ, ചേട്ടന്മാരൊക്കെ അടിപൊളിയാന്ന് പറയും. മനസ്സില്ല, മനസ്സോടെയാണ്. ഊരൊന്ന് വേഗം അയ്യ എടുക്കണ്ട, നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കണം. എടാ ഇവർക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിട്ടുണ്ടല്ലോ. സുന്ദരി ആയിണ്ട്. കരയരുത്, കൺമഷിയൊക്കെ പടരും. ആദ്യം നല്ല വിഷമമുണ്ടായിരുന്നു, ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഇവിടെ അവൾക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഇവിടെ നിൽക്കുന്ന ചെക്കന്മാരെല്ലാം ഇവളുടെ ഫ്രണ്ട്സാണ്. അപ്പം അവരാരെങ്കിലും എന്തെങ്കിലും പറയുമെന്നുള്ളൊരു ഇൻസെക്യൂരിറ്റി. വലിയ കുഴപ്പമില്ല, എന്നാലും അപ്പനെ മറിഞ്ഞു നടക്കുന്നേ. വാ, അച്ഛയുടെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ലെന്ന് പറഞ്ഞത് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണേ. ഉറങ്ങുമായിരുന്നു. വണ്ടി ശരിയായോ? വീട്ടിലൊരു മെക്കാനിക് ഉണ്ടെങ്കിൽ ഇങ്ങനെ പല കട്ടിലിരുന്ന് തിന്നണ്ടാ, വെള്ളം വീഴും അവിടെ. ആ കസേരലിറങ്ങിയിരിക്കുക അങ്ങനെ. മുടി വെട്ടിയതിന്റെ സങ്കടം. ഏതാടാ? ഇല്ലിക്കല്ലായിരിക്കും അല്ലേ? ആ, അത് വണ്ടി എടുക്കാൻ പോയപ്പം കോട്ടയം ചെയ്തിട്ടുണ്ടാവും. അത് വേറെ വരുമ്പോഴേ അച്ഛക്ക് അറിയില്ല മാറ്റിയെടുക്കുന്നതാ. ആ പറഞ്ഞു എന്നോട്. എങ്ങനെയുണ്ടായിരുന്നു ശബരിമലയ്ക്ക് പോയിട്ടുള്ള എക്സ്പീരിയൻസ്? നടന്നു പോയിട്ട് കുഴപ്പമൊന്നുമില്ല അല്ല? മറ്റ് ആ കെട്ടില്ലാണ്ട മലയ്ക്ക് എന്നിട്ട് നോക്കി ഒന്ന് കൈ തന്നോ? ഏട്ടാ അവിടെ കയറി ചെന്ന് കഴിഞ്ഞപ്പോ കൈ തന്നോ? സാമിയായിരിക്കും വന്നിട്ടുണ്ടാവുക. അവിടെ ഒന്നും കാണാനില്ല. ഞങ്ങള് കഞ്ഞി കുടിക്കാൻ കഴിയുന്ന അവിടെ അവിടെ കാണാനില്ല. വയ്യ നടക്കാൻ ആദ്യ വഴുക്കിലും പിന്നില് വേറെ തള്ളാറുണ്ട്. അതൊക്കെ ഉണ്ട്. ഒരുപാട് ഒന്നിച്ചാ പോയേ? 20 ആളുണ്ട്. ആ ശരി. അവനും അവന്റെ മോളും അവന്റെ അമ്മാച്ചൻ അളിയൻ പെങ്ങളെ കുട്ടി. അവര് വീട്ടിൽ 5 ആള്. തമ്പിലൊന്ന് തമ്പി അമ്മ അവന്റെ ഏട്ടൻ ഉണ്ണിക്കുട്ടൻ. ഗുരുതരമായിട്ട് ബാധിക്കുകയും അത് മാത്രമല്ല ഈ കേസും ബാധ്യതകളും എല്ലാം ഹോട്ടലിന്റെ പേർക്ക് വരും.
ഞങ്ങൾ കാണാൻ ഞാൻ അച്ഛൻ്റെ ഇതിൽ കാണാറുണ്ട്. ഇത് ഭയങ്കര പടിയാന്നേ, ഒന്നും ഒരു കാര്യം ചെയ്യത്തില്ല. എന്തോ പറയാൻ വേണ്ടി വന്നാ മറന്നു. ഒക്കെ മറക്കുന്നേ. പള്ളിക്ക് പോയാ ഞങ്ങള് ഇല്ല, അത് കുറച്ച് മുന്നത്തെയാ. ജൂൺ അല്ലെങ്കിൽ ജൂലൈയിൽ ഉണ്ടാവും എക്സാം. കവറിനകത്ത് അങ്ങനെ വെച്ചാൽ മതിന്നേ. ഓ, ചൂട് ചായ ഉള്ളൂ. പോയി കൈ കഴുകുക. ഈ ചെടി മുള്ളുള്ളതല്ലേ? ഇതിങ്ങനെ ഇവിടെ വെച്ച് കഴിഞ്ഞാ മുഖം തുടക്കിയേ, അത് തുടച്ചോളും. ഓ, സ്റ്റാർട്ട് ആവുന്നില്ലേ വീണ്ടും? ഇവിടെ ഭയങ്കര കാറ്റ് കേട്ടോ, ഇവിടെ ഭയങ്കര കാറ്റ്. തണുപ്പ്, ഈ തണുപ്പ് പെരക്കകത്തേക്കും ഉണ്ടാവൂലേ? ആ, അതിന്റെ ഇടയിൽ കൂടെ കേറിയിട്ടില്ലേ? പോട്ടെ, കോട്ടൊന്നുമില്ല. കറണ്ടില്ല ഗൈസ്, വീട്ടിൽ വന്നപ്പോ കറണ്ടില്ല. മുകിലേ, എന്തിനാടി അതിനെ പേടിപ്പിക്കുന്നേ? മുകിലേ, മുകിലിന്റെ കണ്ണ് വെക്കട റെഡ് കളറ്. മുകിലേ എവിടെ? അയ്യോ, തീഗോളമോ? ഇതെന്താ തീഗോളമോ? അയ്യോ, അവന്റെ കണ്ണ് സുന്ദരമണിയല്ലയോ അമ്മയുടെ പൊന്നാച്ചി. ഇന്ന് കാൻഡിൽ ലൈറ്റ് ഡിന്നറാണ് കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴേ ഇത് കോഫീൻ്റെ ഒരു ഇൻസ്റ്റൻറ്റ് പാക്ക്, ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സാധാരണ ഇവിടെ ചായയാണ്. എന്തുവാണത്? എടാ, ഇത് പാലും കൂടിയാണോ? പാൽപ്പൊടിയും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അതിപ്പോ ലാഭമായില്ലോ. കട്ടങ്ങാത്ത് കുടിക്കണമെന്ന് വിചാരിച്ചായിരുന്നു, അതിപ്പോ പാലായോ? കോഫി തന്നെടാ, തന്നെ തന്നെ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോ മധുരം അതിനകത്തുണ്ടാവും. ഐ ഗസ് ജസ്റ്റ് ആഡ് ഹോട്ട് വാട്ടർ അത്രേ മതി. ബാക്കി അതിനകത്ത് ഉണ്ടെന്നാണ് അവർ പറയപ്പെടുന്നത്. അയ്യ, ഇതിപ്പോ ഒരു മാതിരി വാട്ടച്ചായ പോലെ ആയല്ലോ. കടുപ്പം കുറവല്ലേ? കാപ്പിക്കല്ലേ കടുപ്പം? പണ്ട് ശബരിമലയില് ചായ കുടിക്കുമ്പോ ഇതേ മണം വരിക. പണ്ട് ഇപ്പൊ ശബരിമലയ്ക്ക് പോകാൻ ശബരിമല പോയിട്ട് കുറെ കളി. ശബരിമലയിൽ മാത്രമൊന്നുമല്ല, ഞങ്ങളുടെ നാട്ടിലെ ചായക്കും കാപ്പിക്കും ഒക്കെ ഈ മണം. മിഷ്യൻ ചായയുടെ മണമൊക്കെ ഈ ചായ ഇതാ ഈ സെയിം മണം വരിക കമ്പ്യൂട്ടർ ചായക്ക്. ഡിലൈറ്റ് ഉണ്ട്, തട്ടിക്കൂട്ട് കാപ്പിയുണ്ട്. അതിൽ ഞാൻ വെള്ളം ഒഴിച്ചത് കൂടിപ്പോയി. ആകെ 2 സാഷേ പാക്കറ്റ് ഉണ്ടായിരുന്നുള്ളേ. അതിനകത്തേക്ക് മൊത്തം ഞാൻ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു. അപ്പോൾ കടുപ്പം കുറഞ്ഞു പോയി, ഊള കാപ്പിയായിപ്പോയി. പിന്നെ മിച്ചറും മസാല കപ്പലണ്ടി തങ്കുവും